പുതുവർഷത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷത്തിനും ശമ്പളം വൈകും. മെഡിസെപ്പ് പ്രീമിയം ഡിസംബർ മുതൽ 810 രൂപയായി ഉയർത്താനുള്ള ഉത്തരവ് അവസാന നിമിഷം പിൻവലിച്ചതിലെ ആശയക്കുഴപ്പമാണ് കാരണം. പുതിയ ഉത്തരവ് പ്രകാരം ഫെബ്രുവരിയിൽ നൽകുന്ന ശമ്പളം മുതലേ വർദ്ധിപ്പിച്ച പ്രീമിയം ബാധകമാകും. പുതുവർഷത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാർക്കും ശമ്പളം വൈകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മെഡിസെപ്പ് പ്രീമിയം ഡിസംബർ മുതൽ 810 രൂപയായി ഉയർത്തിയുള്ള ഉത്തരവ് അവസാന നിമിഷം പിൻവലിച്ചതിലെ ആശയക്കുഴപ്പമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഫെബ്രുവരിയിൽ നൽകുന്ന ശമ്പളം മുതലേ പുതിയ ഉത്തരവ് പ്രകാരം വർദ്ധിപ്പിച്ച പ്രീമിയം ബാധകമാകൂ. മുൻ ഉത്തരവനുസരിച്ച് വർദ്ധിപ്പിച്ച മെഡിസെപ്പ് വിഹിതമായ 810 രൂപ പിടിച്ചുള്ള ശമ്പള ബില്ലുകളാണ് ഓഫീസുകളിൽ തയ്യാറാക്കിയത്. പുതുവർഷത്തിൽ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ ഒരാഴ്ച മുമ്പേ ട്രഷറികളിലേക്ക് ബില്ല് നൽകിയിരുന്നു. എന്നാൽ ഡിസംബറിലെ ശമ്പളത്തിൽ നിന്ന് പഴയ നിരക്കിൽ 500 രൂപ പ്രീമിയം ഈടാക്കിയാൽ മതിയെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വന്നത്. ട്രഷറികളിൽ എത്തിയ ബില്ലുകളെല്ലാം അതോടെ മടക്കി അയച്ചു. ഇവ ഓഫീസുകളിൽ റദ്ദാക്കിയ ശേഷം പുതിയവ തയ്യാറാക്കണം. എല്ലാ ഓഫീസുകളും ഒന്നിച്ച് ബില്ല് തയ്യാറാക്കാൻ തുടങ്ങിയതോടെ ശമ്പള വിതരണ സംവിധാനമായ സ്പാർക്കും മെല്ലെ പോക്കിലായി. ബില്ല് തയ്യാറാക്കി കിട്ടാൻ ഇപ്പോൾ 10 മുതൽ 12 മണിക്കൂർ കാത്തിരിക്കണം. ഡിസംബറിലെ അവസാന പ്രവൃത്തി ദിനമായിരുന്ന ഇന്നലെ മിക്ക ഓഫീസുകളിലെയും ശമ്പള ബില്ല് ട്രഷറികളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റ്, പോലീസ്, അഗ്നിരക്ഷാസേന, കോടതി തുടങ്ങിയവയിലെ ജീവനക്കാർക്ക് ആദ്യ പ്രവൃത്തി ദിവസവും അധ്യാപകർക്കും ആരോഗ്യവകുപ്പിനും മറ്റും 2-ാം ദിനവും മറ്റു വകുപ്പുകൾക്ക് 3-ാം ദിനവും ശമ്പളം നൽകുന്നതാണ് പതിവ്. 1-ാം തീയതി ശമ്പളം വാങ്ങുന്നവർക്ക് ഇനി വെള്ളിയാഴ്ചത്തെ മന്നം ജയന്തി അവധി കഴിഞ്ഞ് ശനിയാഴ്ച ശമ്പളം കിട്ടാനേ സാധ്യതയുള്ളൂ. മറ്റു വകുപ്പുകളിലെ ജീവനക്കാർക്കും അതനുസരിച്ച് ശമ്പളം വൈകും. മെഡിസെപ്പ് 2-ാം ഘട്ട പദ്ധതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചു. ജനുവരി 1 മുതൽ 810 രൂപ പ്രീമിയത്തിൽ 2-ാം ഘട്ടം തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. സാങ്കേതിക നടപടി പൂർത്തിയാക്കാൻ വൈകിയതിനാൽ 1-ാം ഘട്ടം ജനുവരി 31 വരെ നീട്ടാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം അവസാന നിമിഷത്തേത് നീണ്ടുപോയതാണ് ബുദ്ധിമുട്ടായതും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.